ഈ ഡോക്ടേഴ്സ് ഡേയില് ഹരിപ്പാട് റോട്ടറി ക്ലബിൽ നിന്നും ഞങ്ങളുടെ മെമ്പറെ ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും എത്തിയതാണ്. പ്രസിഡന്റ് ബീന ചേച്ചി, അതേപോലെ തന്നെ ഫാസ്റ്റ് പ്രസിഡന്റ് JP ചേട്ടൻ, അതേപോലെ തന്നെ സ്ട്രോങ് മെമ്പർ മധുചേട്ടൻ ഉൾപ്പെടെയുള്ളവര് ഇവിടെ എത്തിയാണ്. അപ്പൊ ഡോക്ടറെ, ഞങ്ങൾക്ക് അറിയാനുള്ളത് ഈ ഡോക്ടേഴ്സ് ഡേയില് സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം ഒരു ചെറുപ്പക്കാരനും ജനകീയനുമായ ഡോക്ടർ എന്ന നിലയിൽ എന്താണെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആദ്യം തന്നെ റോട്ടറി ക്ലബ്ബ്, എന്റെ സ്വന്തം ക്ലബിന് നന്ദി. ഇതുപോലെ ഒരു ഡോക്ടേഴ്സ് ഡേയില് ആദരിക്കാനുള്ള മനസ്സ് കാണിച്ചതിൽ പ്രസിഡന്റിനും ഇൻകമിംഗ് പ്രസിഡന്റിനും എല്ലാ മെമ്പേഴ്സിനുള്ള നന്ദി ഞാൻ പറയുന്നു. വളരെ ചെറിയൊരു മെസ്സേജ്. നമുക്ക് ഈ ഡോക്ടേഴ്സ് ഡേയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടേഴ്സിന് സമൂഹത്തിനോട് പറയാനുണ്ട്. പക്ഷെ ഈ 2025 ഡോക്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് സമൂഹം കാണുന്നത് എന്താണ്? സമൂഹത്തിലെ രോഗികളെ ഹീൽ ചെയ്യുന്നതിൽ ഞങ്ങളാണ്, ഡോക്ടേഴ്സാണ്. പക്ഷെ ഞങ്ങളെ ആര് ഹീൽ ചെയ്യും? അതാണ് ഈ വർഷത്തെ തീം. അപ്പം അതാരാ നമ്മളെ ഹീൽ ചെയ്യേണ്ടത്? സമൂഹമാണ് നമ്മളെ ഹീൽ ചെയ്യേണ്ടത്, അല്ലെ? നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് ഡോക്ടേഴ്സും പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മളുടെ ജോലി തുടങ്ങുന്ന ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ്സുകളിൽ കൂടിയാണ് പോകുന്നത്. നമുക്ക് പ്രൊഫഷണൽ സ്ട്രെസ് ഉണ്ട്, പേഴ്സണൽ സ്ട്രെസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആ സ്ട്രെസ്സിന്റെ എല്ലാ ഇടയിലാണ് നമ്മൾ രോഗികളെ ചികിത്സിക്കുകയും ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു, അല്ലെ, രോഗികള് ഡോക്ടേഴ്സിനെ ദൈവമായിട്ടൊക്കെ അല്ലെ ദൈവതുല്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ റിലേറ്റീവ്ലി ന്യൂ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മളെ എങ്ങനെയാലും ദൈവമായിട്ട് കാണുന്നവര്, പക്ഷെ നല്ല സുഹൃത്തുക്കളായിട്ട് കാണുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പക്ഷെ അന്നൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരു രോഗി വരുന്നു, ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു. ആ സംസാരിച്ച് രോഗിയുടെ ലക്ഷണങ്ങൾ ഡോക്ടർ ചോദിച്ച് മനസ്സിലാക്കുന്നു. വേണ്ട ക്ലിനിക്കൽ പരിശോധനകൾ നടത്തി തന്നെ ഒരു രോഗം സ്ഥിരീകരിച്ചിട്ട്, ഏകദേശം സ്ഥിരീകരിച്ചിട്ട് അതിന് ചികിത്സകൾ കൊടുക്കുന്നു. ആ ചികിത്സകൾ രോഗി ശിരസാ വഹിച്ച് പരിപൂർണമായിട്ട് 100% അംഗീകരിച്ചുകൊണ്ട് ചികിത്സയായിട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷെ ഇന്ന് കാലം മാറി, ഇന്റർനെറ്റിന്റെ യുഗമാണ്, എല്ലാം വിരൽത്തുമ്പിലുണ്ട്. തലവേദന നടിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിനിൽ തുടങ്ങി ക്യാൻസർ വരെയുള്ള കാര്യങ്ങൾ അതിനകത്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവര് ഒരു ഡയഗ്നോസുമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. നമ്മളൊരു രോഗം ഒരു പക്ഷേ പഴയ ഡോക്ടേഴ്സിനെ പോലെ തന്നെ, അവർക്ക് അത്രയും പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു പഴയ ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഒരു രോഗി വന്ന് അവരോട് രോഗവിവരം ചോദിച്ച് അവരുടെ ക്ലിനിക്കലി പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്കും അറിയാം അവർക്ക് എന്താണ് രോഗം എന്നുള്ളൊരു ഏകദേശ ധാരണയുണ്ട്. എന്നാൽ അതിന് മരുന്ന് നേരെ കൊടുക്കാനും പറ്റത്തില്ല. ആ അസുഖങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനോട് കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല എങ്കിൽ നാളെ ഇത് തിരിഞ്ഞ് നമുക്ക് ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. ഡോക്ടർ എന്തുകൊണ്ട് പരിശോധിച്ചപ്പോൾ ടെസ്റ്റുകൾ ചെയ്തില്ല, ടെസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല, ഡോക്ടർ വെറുതെ അങ്ങ് രോഗം പറഞ്ഞാൽ മതിയോ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ? ടെസ്റ്റുകളിലേക്ക് പോകുന്നു, ടെസ്റ്റുകളുടെ അതിപ്രസരം. ഒരു രോഗം എന്താണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ വീണ്ടും ടെസ്റ്റുകൾ ചെയ്യും. CT ചെയ്യേണ്ടതായിട്ട് വരുന്നു, MRI ചെയ്യേണ്ടതായിട്ട് വരുന്നു, MR ആൻജിയോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതെല്ലാം ഒരു ഡിഫെൻസീവ് പ്രാക്ടീസാണ്. നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു പ്രാക്ടീസായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. അപ്പോൾ ഇതിന്റെ ഒരു അപേക്ഷയാണ്, ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് അല്ല. ഞങ്ങളെ വിശ്വസിക്കുക. നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷം ചെയ്യുന്നതിന് വേണ്ടി അല്ല ഇരിക്കുന്നത്. കൃത്യമായിട്ട് രോഗവിവരം കേട്ട് നമ്മൾ നിങ്ങളുടെ ഡയഗ്നോസിൽ എത്തി നിങ്ങളെ ചികിത്സിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഡിഫെൻസീവ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാൻ ഞങ്ങൾ ഫോഴ്സ്ഡ് ആകുകയാണ്. കാരണം നാളെ ഒരു CT എടുത്തില്ല, അല്ലെങ്കിൽ ഒരു MRI ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നാളെ കൂട്ടമായിട്ട് വന്ന് നമ്മളെ എടുത്ത് അടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹം തന്നെയാണ് ഞങ്ങളെ ഹീൽ ചെയ്യേണ്ടത്. ഇത് മാത്രമാണ് ഈ ഡോക്ടേഴ്സ് ഡേയോട് ചേർത്തൊരു സന്ദേശമായിട്ട് പറയുന്നത്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. താങ്ക് യു.